നന്ദഗോപൻ ഉച്ചതൊട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല സംശയങ്ങളും ഉയരുന്നുണ്ട്. എൻജിൻ ഫെയിലറാണെന്ന് പറയുന്നുണ്ട്. അട്ടിമറി സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് പറയുന്നു. ഈ വിമാനം ഓടിച്ച ഒരാൾ എന്ന നിലയിൽ, ലൈസൻസ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നന്ദഗോപൻ്റെ നിരീക്ഷണമറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അവസാനം വന്നത് മെയ്ഡേ കോളാണ്. അതായത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഒരു വിമാനം ഏതെങ്കിലും തരത്തിൽ അടിയന്തര സാഹചര്യം, തുടർന്ന് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം വരുമ്പോഴാണ് ഈ മെയ്ഡേ കോൾ പൈലറ്റുമാർ നൽകുക. അതായത് മെയ്ഡേ എന്ന് 3 തരത്തിൽ ഇങ്ങനെ ATCയിലേക്ക് ഒരു സന്ദേശം വയ്ക്കും. അതിനുശേഷം തുടർന്ന് സന്ദേശം ലഭ്യമാകണമെന്നില്ല. ഇനി അഥവാ ലഭ്യമാണെങ്കിൽ തന്നെ അത് അത്തരത്തിലൊരു അടിയന്തര സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കണം ആ പൈലറ്റുമാർ ഇത്തരം ഒരു മെയ്ഡേ കോൾ നൽകുക. അതിനു മുമ്പ് ഏതെങ്കിലും തരത്തിൽ ചെറിയ സാഹചര്യങ്ങളാണെങ്കിൽ പാൻ കോൾ നൽകും. പാൻ എന്നുള്ള ഒരു 3 കോളാണ് ആദ്യം നൽകുക. അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ അത്തരം സാഹചര്യമാണെങ്കിൽ അങ്ങനെ പാൻ കോൾ നൽകും. അല്ലാത്ത പക്ഷം മെയ്ഡേ കോളാണ് നൽകുന്നത്. ഈ കേസിൽ ഇപ്പോൾ മെയ്ഡേ കോളാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ATCയിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ. ആ മെയ്ഡേ കോളിന് കാരണമായിട്ട് വ്യക്തമാക്കുന്നത് ആ എയർക്രാഫ്റ്റിന് ആവശ്യത്തിന് ത്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ പവർ ഇല്ല, അതിന് ഉയർന്നു പൊങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇതിൽ ആദ്യം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് പലതരത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആകുമ്പോൾ, ഒരു എയർക്രാഫ്റ്റിലൊരു ഇത്തരം ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഘട്ടത്തിലേക്ക് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. ആ ടീം ഇതിനോടകം തന്നെ ഈ ഇൻവെസ്റ്റിഗേഷനിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പ്രാഥമിക പരിഗണന ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ ടെയിൽ പോർഷനിലെ റഡർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ആ പോർഷനിലാണ് ഈ ബ്ലാക്ക് ബോക്സ്, ഓറഞ്ച് നിറത്തിലുള്ള ബ്ലാക്ക് ബോക്സ് സൂക്ഷിക്കുക. ഈ ബ്ലാക്ക് ബോക്സിൽ ഈ 2 പൈലറ്റുമാർ തമ്മിൽ, ഈ എയർക്രാഫ്റ്റിൻ്റെ കമാൻഡറും അതേപോലെ തന്നെ ഫസ്റ്റ് ഓഫീസറും തമ്മിൽ നടത്തിയ സംഭാഷണങ്ങൾ, അത് കൃത്യമായി ആ കോക്പിറ്റിലുണ്ടാകുന്ന സംഭാഷണങ്ങൾ അതിൽ റെക്കോർഡഡ് ആയിരിക്കും. ആ സംഭാഷണങ്ങളിൽ വ്യക്തമാകും എന്താണ് ഈ എൻജിൻ ഫെയിലിയർ, അല്ലെങ്കിൽ പ്രാഥമികമായി ഏറ്റവും അവസാനമായി എന്തായിരുന്നു അവിടെ നടന്നത്, അല്ലെങ്കിൽ ആ സന്ദേശം, അല്ലെങ്കിൽ അവർ തമ്മിൽ നടത്തിയ സംഭാഷണങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമാകും. ഇല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അട്ടിമറി സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. താഴെ നിന്നും ഈ ഒരു ഹൈറ്റിലേക്ക് ഉയർന്നു പോകുന്ന എയർക്രാഫ്റ്റിലേക്ക് ആർക്കെങ്കിലും വെടിവെക്കാൻ കഴിയാം, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യമുണ്ട്, അത് തള്ളിക്കളയാൻ കഴിയില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ് ഫെയിലിയർ അല്ലെങ്കിൽ എൻജിൻ ഫെയിലിയർ, ഇത്തരം പല സാധ്യതകളുണ്ട്. ഏതായാലും ആ വിമാനം ഉയർന്നു പൊങ്ങിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഉയർന്നു പൊങ്ങിയ ഏതാനും സെക്കൻഡുകൾക്ക് ശേഷമാണ് സംഭവിച്ചത്. ഒരു വിമാനം ഉയർന്നു പൊങ്ങുന്നതിന് മുമ്പ് ഇതിന് മുമ്പായി പല പ്രൊസീജിയറുകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ആ എയർക്രാഫ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ എഞ്ചിനീയറിംഗ് ടീം അത് കൃത്യമായി തന്നെ ഇതിൻ്റെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ ഭാഗങ്ങളും പരിശോധിച്ച് അത് സർട്ടിഫൈ ചെയ്ത് നൽകും. ഇതിനെല്ലാം പുറമെ പൈലറ്റിൻ്റേതായിട്ടുള്ള ഒരു പ്രൊസീജിയറുണ്ട്. 360 എന്നാണ് അത് പറയുന്നത്. അതായത് ഒരു എയർക്രാഫ്റ്റിൻ്റെ ഒരു കോണിൽ നിന്നും സഞ്ചരിച്ച് മറ്റേ കോൺ വരെ പ്രാഥമികമായി, അല്ലെങ്കിൽ ഒന്ന് ഓടിച്ചിട്ട് ഏറ്റവും ഒടുവിലായി നടത്തുന്ന ഒരു പരിശോധനയാണ്. ഏതായാലും ആ പരിശോധനയിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പൈലറ്റുമാരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും അത് കൃത്യമായി അത് റെക്ടിഫൈ ചെയ്യാതെ, അത് പരിഹരിക്കാതെ, അതിന് പ്രശ്നങ്ങൾ പരിഹാരം കാണാതെ എയർക്രാഫ്റ്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ATC അതിന് അനുമതി നൽകിയില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ആ പരിശോധനകളൊക്കെ തന്നെ കഴിഞ്ഞ് അതിനുശേഷം അവിടെ നിന്നും ടാക്സി ചെയ്ത് റൺവേയിലെത്തി പറന്നുയർന്നതിന് ശേഷമാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇനി റൺവേയിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനു മുമ്പ് ഒരിക്കൽ കൂടി ഈ പവർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു, നമ്മൾ എയർക്രാഫ്റ്റിൽ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ടേക്ക് ഓഫിന് കുറച്ചു മുമ്പ് എയർക്രാഫ്റ്റിന് കൂടുതലായ ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നത്. അതായത് ഫുൾ ത്രസ്റ്റ്, അതിൻ്റെ ഒരു ഫുൾ പവർ അപ്ലൈ ചെയ്ത് ഇതൊന്ന് അവസാനഘട്ട ഒരു ടെസ്റ്റിംഗ് ആണ്. അതിനു മുമ്പേ തന്നെ ടാക്സി ചെയ്ത് റൺവേയിലേക്ക് നീങ്ങുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലാപ്പ് ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ എലിവേറ്റർ ഇത് തിരിയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കും. ആ സമയം നമ്മൾ വിൻഡോയിൽ കൂടെ നമുക്ക് ഈ വിങ്സിൽ കാണാൻ കഴിയും എയർക്രാഫ്റ്റിൻ്റെ പല ഭാഗങ്ങളിലും ഈ ടാക്സി ചെയ്യുന്നത്. അതായത് ഈ ബേയിൽ നിന്നും റൺവേയിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് ഇതെല്ലാം പരിശോധിക്കുന്ന ഒരു പ്രൊസീജിയറുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിശോധിച്ച് ഏറ്റവും അവസാനം റൺവേയിലേക്ക് എത്തുന്നതിന് മുമ്പേ ഈ എയർക്രാഫ്റ്റിൻ്റെ ത്രസ്റ്റ് പൂർണ്ണമായും ഒരിക്കൽ കൂടി ഫുൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഇതിൻ്റെ ത്രസ്റ്റ് പരിശോധിക്കും. അങ്ങനെ ഇത് ഫുൾ RPMൽ ഒരു തവണ ഇതൊന്ന് ഫുൾ RPMൽ നോക്കി ഇതിൻ്റെ വൈബ്രേഷൻ അടക്കം ഏതെങ്കിലും സൗണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവസാനഘട്ട പരിശോധന കൂടി കഴിഞ്ഞതിന് ശേഷമാണ് റൺവേയിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ റൺവേയിൽ ലാൻഡിംഗ് ക്ലിയറൻസ് കിട്ടുന്നതിന് തൊട്ടു മുമ്പാകാം ഈ പരിശോധന നടത്തിയതും. ഏതായാലും ഇത്തരം പരിശോധനകൾക്കൊക്കെ ശേഷമാണ് ഈ വിമാനം പറന്നുയർന്നത്. അതിനുശേഷം ഉണ്ടായത് മെയ്ഡേ കോളാണ്. അതായത് ഈ വിമാനം പൊങ്ങിയാൽ ഉടനെ തന്നെ ATCക്ക് എയർബോൺ ആയി എന്നുള്ള സന്ദേശം ആ എയർക്രാഫ്റ്റിൻ്റെ കോൾ സൈൻ അടക്കം ഞങ്ങൾ എയർബോൺ
ആയി എന്നുള്ള സന്ദേശം ചെല്ലുന്നു. പിന്നീട് ഇതിൻ്റെ റൂട്ടെല്ലാം തന്നെ നേരത്തെ നിശ്ചയിച്ചതാണ്. നമ്മൾ ഇത്ര ഫീറ്റിലേക്ക് പൊങ്ങി അതിനുശേഷം നമ്മുടെ റൂട്ട് അല്ലെങ്കിൽ എങ്ങോട്ട് തിരിയണം എന്നുള്ളത് ATC എന്നുള്ള നിർദ്ദേശം വരും. ഏതായാലും ഈ എയർബോൺ ആയി എന്നുള്ള സന്ദേശവും ചെല്ലുന്നു. അതിനുശേഷമാണ് ഇത്തരം ഒരു ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പക്ഷി ഇടിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷി ഇടിച്ചാൽ ഈ പറയുന്ന എൻജിൻ ഫെയിലിയർ ഉണ്ടാകും. അത് ചിലപ്പോൾ ഒരു എൻജിൻ ഫെയിലിയർ ആയാൽ സ്വാഭാവികമായും പെട്ടെന്ന് അത് അടുത്ത എഞ്ചിനെ കൂടി ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ എൻജിൻ ഫയർ ഉണ്ടായാൽ ആ എഞ്ചിനകത്ത് തന്നെ തീ പിടിച്ച് അത് മുഴുവൻ കത്തിച്ച് നശിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ കേസിൽ അങ്ങനെയല്ല ഉണ്ടായത്. നമുക്ക് കാണാം അത് ഇടിച്ചാണ് കത്തിയിട്ടല്ല താഴേക്ക് വന്ന് പതിക്കുന്നത്. ഈ എയർക്രാഫ്റ്റ് പറന്നുയരുന്നു. ഏതാണ്ട് 625 അടിയാകും. അതായത് കത്തിയതിന് ശേഷമാണ് തീഗോളമായിട്ട് താഴേക്ക് പതിച്ചത് എന്ന ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ അത് വ്യക്തമാണ് അല്ലേ? അതായത് താഴെ ഇടിച്ചതിന് ശേഷമാണ് ഇത് കത്തിയത്. അതെ തീർച്ചയായിട്ടും ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. എയർക്രാഫ്റ്റിന് ആദ്യഘട്ടത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നതാണ്. അല്ലാതെ എഞ്ചിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തീ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ കഴിയില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് എയർക്രാഫ്റ്റിന് തീ പിടിച്ചിട്ടില്ല, മറിച്ച് അത് താഴേക്ക് വന്ന് ഈ BJ മെഡിക്കൽ കോളേജിൻ്റെ UG ഹോസ്റ്റലിൽ വന്ന് ഇടിച്ച ശേഷമാണ് അത് തീ പിടിക്കുന്നത്. സ്വാഭാവികമായും ഇതിൻ്റെ ATF ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ എന്നുള്ളത് മറ്റ് കെറോസിനോ അല്ലെങ്കിൽ പെട്രോളോ ഡീസലോ പോലുള്ള വളരെ സ്ഫോടന ശേഷിയുള്ള ഉഗ്ര ശബ്ദത്തോടുകൂടി അത് പൊട്ടിത്തെറിക്കും. എയർക്രാഫ്റ്റിൻ്റെ 2 വിങ്സിലായിട്ടാണ് ഇതിൻ്റെ ഫ്യൂവൽ ശേഖരം ഉണ്ടാകുന്നത്. 1,00,000-ലധികം ലിറ്റർ ഫ്യൂവൽ ATF ഉണ്ടായിരിക്കണം അതിലേക്കായി. സാധാരണഗതിയിൽ ഈ പ്രൊസീജിയർ അനുസരിച്ച് രാത്രി നമുക്ക് എവിടെ നിന്നും എവിടേക്കാണോ പോകേണ്ടത്, ഇപ്പോൾ ഉദാഹരണം ഇവിടെ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ് പോകേണ്ടത്, അത് പകൽ സമയത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ ആവശ്യമായ ഇന്ധനത്തിന് പുറമെ അരമണിക്കൂർ കൂടി അഡീഷണൽ പറക്കാനുള്ള ഇന്ധനം അതിൽ കരുതണം എന്നുള്ളതാണ് പ്രൊസീജിയർ. അതുകൂടാതെ നമ്മൾ രാത്രി സമയങ്ങളിലാണ് ഈ യാത്ര അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പോകുന്നതിലും അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷന് ആവശ്യമായ ഇന്ധനത്തിന് പുറമെ 1 മണിക്കൂർ കൂടി ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പറക്കാൻ വേണ്ടിയുള്ള ഇന്ധനം കൂടി കരുതും. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ കൂടി തീരുമാനിച്ച് എത്ര ഇന്ധനമാണോ വേണ്ടത് അതിൻ്റെ അരമണിക്കൂർ കൂടി അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടി അഡീഷണൽ ഫ്ലൈ ചെയ്യാനുള്ള ഇന്ധനം കൂടി കരുതിയാണ് അല്ലെങ്കിൽ അത്രയും കൂടി ATF കരുതിയാണ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നത്. അതുകൊണ്ട് അത്രമാത്രം ഇന്ധനം അതിനകത്തുണ്ടായിരുന്നു. ഒരു കാര്യം കൂടി ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാര്യമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ദ റാം എയർ ടർബൈൻ ഈസ് ഡിപ്ലോയ്ഡ്. റാറ്റ് ഈസ് ഡിപ്ലോയ്ഡ് ഓട്ടോമാറ്റിക്കലി ഇൻ സർട്ടൺ കേസസ് ഇൻക്ലൂഡിങ് എ കംപ്ലീറ്റ് ലോസ് ഓഫ് പവർ. നേരത്തെ ഇവിടെ പറഞ്ഞു പവർ ലോസ് വരുമ്പോൾ ടർബൈൻ റാം എയർ ടർബൈൻ ഈസ് ഡിപ്ലോയ്ഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നു. അതിൽ കൂടി ഒരു വിശദീകരണം തരികയാണ് നന്നായിരിക്കും. റാറ്റ് RAT. എനിക്ക് അത് ഇപ്പോഴും യഥാർത്ഥത്തിൽ എനിക്കതിൽ ചെറിയ വ്യക്തത കുറവുണ്ട്. ഏതായാലും ഈ പവർ ഫെയിലിയർ, അതായത് ഓക്സിലറി പവർ യൂണിറ്റ് APU എന്നുള്ള ഓക്സിലറി പവർ യൂണിറ്റിൽ നിന്നുമാണ് ഇതിനു വേണ്ടുന്ന വൈദ്യുതിയും മറ്റും അല്ലെങ്കിൽ അതുമായി ജനറേറ്റ് ചെയ്യുന്നത്. ഈ APUവിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ തന്നെ ഫെയിലിയർ ആകുകയും അതിൻ്റെ എക്സ്ട്രാ ബാറ്ററിയിൽ നിന്നായിരിക്കണം സ്വാഭാവികമായും പവറൊക്കെ വരേണ്ടിയിരുന്നത്. ഇതിലിപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ ഇതിനെ തീ പിടിച്ച് ഇത് താഴേക്ക് വന്നു എന്ന് കരുതാൻ കഴിയില്ല. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇതിൻ്റെ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ സ്ഥലത്ത് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുകയാണ്. പ്രധാനമായും ഈ ബ്ലാക്ക് ബോക്സ് തന്നെയാണ് അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ആ ബ്ലാക്ക് ബോക്സിൽ ഉണ്ടാകാം എന്താണ് ഇതിന് പിന്നിലുള്ള നിഗൂഢത എന്നുള്ളതാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് പിന്നീട് ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ പലതും നടക്കേണ്ടിയിരിക്കുന്നു. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് 2ാമത്തെ ഏറ്റവും വലിയ വിമാനാപകടമാണെന്നുള്ളതാണ്. 96-ൽ ഹരിയാനയിൽ സൗദി എയർലൈൻസിൻ്റെയും അതേപോലെ തന്നെ കസാക്കിസ്ഥാൻ എയർലൈൻസിൻ്റെയും ഒരു വിമാനം ഒരു മിഡ് എയർ കൊലീഷൻ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു അപകടം 241 പേർ മരിക്കാനിടയായ ഒരു വലിയ അപകടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ അന്വേഷണങ്ങളിലേക്ക് പല ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണങ്ങളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു.